ഹല്ലേലൂയ. ദൂരത്തും ചാരത്തും ദേശത്തും വിദേശത്തും ഒക്കെയുമായിരുന്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഞാൻ അല്പസമയം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് ഞാനൊരു ദൈവത്തിനെ നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം എൻ്റെ 1-ാമത്തെ വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ഇതേ വചനം തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തും കാണാൻ കഴിയും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്നുള്ളത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നഹിത, ഈ ലോകത്തിൽ ഹൃദയം കലങ്ങിപ്പോകാത്ത ഒരു വ്യക്തി പോലുമില്ല. ഏതെങ്കിലും വിഷയങ്ങളാൽ ഭാരപ്പെട്ട് മനം തകർന്ന് കണ്ണുനീരോടെ ആയിരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ. ഹൃദയം കലങ്ങിയവരാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളും. അവർക്കൊരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിലുണ്ട്. അതിനെയൊക്കെ പലപ്പോഴും തരണം ചെയ്യാൻ കഴിയാതെ ഹൃദയകലക്കത്തോടെ ഒരാശ്വാസ വാക്ക് പോലും കേൾക്കുവാനില്ലാതെ, കൂട്ടിനായൊരു തുണയ്ക്കോ മറ്റൊരു സഹായത്തിനും ആരുമില്ലാതെ ഭാരപ്പെടുന്ന നിരവധി ആളുകളെ ഞാൻ കേൾക്കുകയും കാണുകയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇന്ന് പകൽ ലോകമെമ്പാടുമുള്ള സകല ജനത്തെയും വഹിച്ചുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഏതെല്ലാം വിഷയത്തെ ഹൃദയം കലങ്ങിയിരിക്കുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിലും വിശ്വസിക്കാനാണ് തിരുവെഴുത്ത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയം കലങ്ങി വിവിധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽ ഒരു അത്ഭുതം ചെയ്യും. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന കർത്താവേ, പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത്, എല്ലാ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിൽ തൊട്ട് കൊട്ടാരത്തി വരെ പാർക്കുന്ന വലിയവരെയും ചെറിയവരെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായ ദൈവമേ, ജീവിതത്തെ കർത്താവെ വിവിധമായ വിഷയങ്ങളാൽ മനം നൊന്ത് മനം തകർന്ന് ഹൃദയം കലങ്ങി പോകുന്ന അനവധി ആളുകൾ കർത്താവെ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം ഒരു സമാധാനവും സന്തോഷവും ആശ്വാസവും ദൈവം കൊടുക്കണമേ. കഷ്ടതയുടെ നടുവിൽ കർത്താവെ ഒരു കൈത്താങ്ങലായി ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ മേലൊക്കെ പകരണനായി ഞങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വിധമായ ജോലികളില്ലാതെ ഭാരപ്പെടുന്നവർ, കഷ്ടം സഹിക്കുന്നവർ, അവരെ ഓർക്കുന്നു. കടക്കണിയാൽ കടന്നു പോകുന്നവർ, അവരെ ഞങ്ങൾ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരെല്ലാം വലുതും ചെറുതുമായ എല്ലാ വിഷയങ്ങളുമേലും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടുവാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവിധമായ നിലയിൽ ജീവിതം തകർന്ന് സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, ഹൃദയം കലങ്ങി മരണം മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുന്ന അനവധി ആളുകൾ ഞങ്ങൾ ദിനംതോറും കാണുകയും കേൾക്കുകയും അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഇന്ന് പറയൽ കർത്താവെ, വിവിധ ബിസിനസ്സുകൾ ചെയ്ത് പരാജയപ്പെട്ട് കണ്ണുനീരിൻ്റെ നടിയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. വലുതും ചെറുതുമായ എല്ലാ വ്യാപാരി വ്യവസായികളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ തകർന്ന് കൂട്ടുകച്ചവടം ചെയ്ത് പലപ്പോഴും പലരും വഞ്ചിക്കപ്പെട്ട് കർത്താവെ കടക്കണിയാൽ ഉള്ള സമ്പത്തുകൾ മുഴുവൻ നഷ്ടപ്പെട്ട് കടമെടുത്ത്, ലോണെടുത്ത്, ബ്ലേഡെടുത്ത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന അനവധി ജീവിതങ്ങൾ, അവർക്ക് വേണ്ടി ഇതുവകൽ അടിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം വെളിപ്പെട്ട് കർത്താവയുടെ കടങ്ങൾക്കെല്ലാം ഒരു ആശ്വാസം കൊടുക്കണമേ. ഉണ്ടായിരുന്ന വീടും പറമ്പും എല്ലാം ജപ്തി നടപടിയാൽ ഭാരപ്പെട്ട് പലരും മനം തകർന്നിരിക്കുമ്പോൾ കർത്താവെ അഭിഷേകങ്ങൾക്കെല്ലാം ഒരു മറുപടി കൊടുത്ത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ കൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, വിദേശ രാജ്യങ്ങൾക്ക് ജോലി കടന്നു പോയിട്ട് നല്ലൊരു ജോലി കിട്ടാതെ ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ ഉള്ള ജോലി നല്ല സാലറി ഇല്ലാതെ സ്ഥിരമായി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. അവരുടെയും ജോലികളൊക്കെ സ്ഥിരമായി തീരുവാനും ഉയർന്ന സാലറി കിട്ടുവാനും അവരുടെ ജീവിതം അഭിവൃദ്ധി പ്രാപിക്കുക, നന്മ പ്രാപിപ്പാൻ അവിടെ ഹൃദയത്തിൻ്റെ കലക്കങ്ങളെല്ലാം മാറി ഒരു ആശ്വാസം, സമാധാനം ദൈവം കൊടുക്കണമേ. ദേശരാജ്യത്ത് വിസ കിട്ടാതെ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് പുതുക്കി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ട്. വിദേശ രാജ്യത്ത് നിന്ന് കർത്താവിധ കേസുകളൊക്കെ പെട്ട് ജയിലിൽ കിടക്കുന്നവർ, അവർക്കെല്ലാം ഒരു മോചനം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. വിദേശരാജ്യ ജോലിക്കായി കടന്നുപോയിരിക്കുന്ന, ജീവിതത്തിൻ്റെ വിവിധ മേഖലയിൽ കഷ്ടം സഹിച്ചുകൊണ്ട് നൊമ്പരപ്പെടുന്ന ഭാരപ്പെടുന്നവരുണ്ട്. അവർക്കെല്ലാം കർത്താവ് ഒരു ആശ്വാസവും സമാധാനം കൊടുക്കണമേ. കണ്ണുനീരിനെ മാനിക്കുന്ന ദൈവമേ, സങ്കടങ്ങളിൽ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്കായി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെടുത്തി കർത്താവെ സകല കഷ്ടങ്ങൾക്കും ആശ്വാസദായകനായിരിക്കുന്ന
എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എല്ലാവർക്കും വേണ്ടി വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ജീവിതത്തിൽ സമാധാനമില്ല, സന്തോഷമില്ലാതെ കുടുംബജീവിതം തകർന്ന് കർത്താവേ, ഒറ്റപ്പെട്ടു പോയിരിക്കുന്ന സഹോദരന്മാർ, മക്കൾ, ഹല്ലേലൂയ, അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, മക്കൾക്ക് വേണ്ടാതെ, മരുമക്കൾക്ക് വേണ്ടാതെ, ഹല്ലേലൂയ, വഴിയോരങ്ങളും അമ്പലപ്പറമ്പിലും പൂരപ്പറമ്പിലും ഉത്സവപ്പറമ്പിലും പെരുന്നാൾ ഉപേക്ഷിച്ചിട്ട് പോയ, വഴിയിൽ തള്ളിപ്പോയ ഞങ്ങളുടെ അനവധി മാതാപിതാക്കൾ ആരോരുമില്ലാതെ വഴിയോരത്ത് കഷ്ടം സഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ, ഹല്ലേലൂയ, കർത്താവേ, വൃദ്ധസദനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്കെല്ലാം ദൈവം ഒരു സമാധാന ആശ്വാസം കൊടുക്കണമേ, ഒരു സ്വസ്ഥത കൊടുക്കണമേ. അവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവേ, ആ ഹൃദയം കലങ്ങിയ അവസ്ഥയ്ക്ക് മാറ്റത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തം മക്കളെ വേണ്ടാതെ കർത്താവ് വഴിയോരങ്ങളിൽ തള്ളി, പുഴയോരങ്ങളിൽ തള്ളി, ചവിട്ടുകുട്ടികൾ തള്ളി, ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ തള്ളി, കർത്താവേ, ഹല്ലേലൂയ, ജീവിതം സ്വന്തമാക്കി അനവധി സഹോദരിമാർ അത് മുഖാന്തരം കുഞ്ഞുങ്ങൾ വേദന അനുഭവിക്കുന്നു. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓർഫനേജിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ഓർക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം തിരിച്ചറിയാൻ കഴിയാതെ ജീവിതത്തിൽ കർത്താവേ കഷ്ടം സഹിക്കുന്ന ഹൃദയകലക്കത്തോടെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവ് സമാധാനം ആശ്വാസം കൊടുക്കണമേ. സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാൽ ഞാൻ നിന്നെ മറക്കയില്ലെന്ന് അരുളിച്ച നല്ല ദൈവമേ, കുഞ്ഞുങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും നിരാലംബരും വൃത്തരും അശരണ യാചകരും ഓർഫനേജിലും ഓൾട്ടേജ് ഹോമിലും ജുവൽ ഹോമിലും തടവറയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധമായ കേസുകൾ അകപ്പെട്ട്, ക്രിമിനൽ കേസ് അകപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. കർത്താവേ, ലോകം കൊടുക്കാത്തൊരു സമാധാനം, ഹല്ലേലൂയ, ഹൃദയം കലങ്ങിയവർക്ക് ദൈവം കൊടുത്ത് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ജീവിതത്തിൽ ഞങ്ങളുടെ അനവധി കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ചെയ്ത് കർത്താവേ, ഉപരിപഠനമൊക്കെ കഴിഞ്ഞ് വിവിധ ഡിഗ്രികൾക്ക് എടുത്ത് കർത്താവേ, പല ഓഫീസുകളും കയറി ഇറങ്ങിയിട്ട് ഒരു ജോലി കിട്ടാതെ, നിയമനമില്ലാതെ എല്ലാം കർത്താവേ, രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചെല്ലാം പിൻവാതിൽ കൊടുക്കുമ്പോൾ അതിൻ്റെ നടുവിലും കർത്താവേ, അർഹതപ്പെട്ടവൻ്റെ ജോലി നിഷേധിച്ച് ഞങ്ങളുടെ അനവധി കുഞ്ഞുങ്ങൾ ജോലിയില്ലാതെ ഭാരപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഇവിടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവേ നല്ല ജോലികളെ കൊടുക്കണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഉപരിപഠനത്തിനായി കേരളത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ കടന്നു പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ രാജ്യത്ത് പഠിക്കാൻ പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ കഷ്ടം സഹിക്കുന്നവരുണ്ട്. പഠനത്തിന് വേണ്ടി സാമ്പത്തിക സഹായമില്ലാതെ ഭാരപ്പെടുന്നവർ, അവർക്കെല്ലാം കർത്താവ് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ പുതുവഴി തുറക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാതെ ദൈവമേ, അവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ്, മോട്ടോർ രംഗത്ത്, മെക്കാനിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർ, ഹല്ലേലൂയ, കർത്താവ്, ഇലക്ട്രിസിറ്റി രംഗത്ത് ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. പൊതുമേഖലയും സഹകരണ മേഖലയും ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, സാമ്പത്തിക മേഖല ഒക്കെയും ജോലി ചെയ്യുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരും വളരെ പ്രതികൂലത്തിലൂടെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നവരാണ്. കർത്താവെ, അവർക്ക് ഒരു ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും കൊടുക്കണമേ. അവർ അനുഭവിക്കുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ എൻ്റെ ദൈവത്തിൻ്റെ കരം നീട്ടുവാൻ ആശ്വാസദായകനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സർവ്വശ്വാസവും നൽകുന്ന കർത്താവിൻ്റെ കരം, ഹല്ലേലൂയ, ഇന്ന് പകൽ കർത്താവെ ജീവിതങ്ങളിൽ പകർന്ന് അവരനുഭവിക്കുന്ന മഹാദുരന്തങ്ങളുടെ നടുവിൽ നിന്ന് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവേ, കടലോരവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തീരദേശവാസികൾക്കായി പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും വെള്ളപ്പൊക്കങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ പലരുടെയും ജീവൻ അപഹരിക്കപ്പെടുന്ന അനുഭവങ്ങൾ, കർത്താവേ, അതിനൊക്കെ ഒരു സംരക്ഷണം കൊടുക്കാൻ സർക്കാരിന് കഴിയാതെ വരുമ്പോൾ അതിൻ്റെ നടുവിലൊരു വിടുതലിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ലോകത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടിയില്ലേലും ഹൃദയം കലങ്ങിയിരിക്കുന്ന ജീവിതങ്ങൾക്ക് കർത്താവേ, തീരദേശവാസികൾക്ക് സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആഴക്കടലിൽ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവേ, അവരെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. മത്സ്യബന്ധന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, അവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ മേഖലയിലും ഒരു ദൈവപ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ജനത്തിൻ്റെ ദൈവത്തിന് നീതി അയക്കണമേ. കർത്താവേ, ജനത്തോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്ത് കനികളിലും കമ്പനികളിലും ഫാക്ടറികളിലും ഒക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും അപകടങ്ങൾ, അനർത്ഥങ്ങൾ സംഭവിച്ച് ജീവിതം തന്നെ മടുത്ത് കർത്താവേ നിരാശയോടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ദൈവം വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുക. നിരാശയുടെയും സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നടുവിൽ
നമ്മെ തകർന്നിരിക്കും, ഹൃദയം കലങ്ങിയിരിക്കുന്ന സകല ജനത്തെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, അവർക്ക് ആശ്വാസ സമാധാനം കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന കഷ്ടതയുടെ നടുവിൽ ഒരു കൈത്താങ്ങലായി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടിയിരിക്കുവാൻ നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് ശിഷ്യന്മാരോട് അരുളിച്ചത് നല്ല ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ജനത്തെ വേണ്ടി ദൈവം അത്ഭുതം ചെയ്യണമേ. തകർന്നിരിക്കുന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം സകല ജനങ്ങൾക്കും വിടുതലായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹാകഷ്ടത്തിലിരിക്കുന്നവരുണ്ട്, സങ്കടത്തിലിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിവിധ പാപശാപ രോഗബന്ധനങ്ങളിൽ നിർബന്ധവാദ സേവകൾ, ദുർഭൂത ശക്തികൾ ഹല്ലേലൂയ ആയിരിക്കുന്ന അനവധി ആളുകളുണ്ട് വിടുതലില്ലാതെ. കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ, ശൂദ്രങ്ങളാൽ ബന്ധിക്കപ്പെട്ടവർ, അവർക്കെല്ലാം കർത്താവ് ആശ്വാസ സമാധാനം കൊടുക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിന വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവമേ, അങ്ങയുടെ മഹത്വമേറിയ കരം കർത്താവ് ജനത്തിൽ വെളിപ്പെടുത്തുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവേ, സർവ്വശാസ്ത്രവും നൽകുന്ന സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം അപ്പോൾ ജനത്തിന്മേൽ കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, പ്രശംസോറും കൊളസ്ട്രോണാൽ ഭാരപ്പെട്ട് ജീവിതം തകർന്നിരിക്കുന്ന അനവധി ആളുകളുണ്ട്. അവർക്കും ദൈവമേ ആശ്വാസവും സമാധാനം കൊടുക്കണമേ. അവർ കടന്നു പോകുന്ന മാരകമായ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനുള്ള പ്രതിരോധ ശേഷി അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. ശിരസ് ഉള്ളങ്കാല് വരെ വ്യാപരിക്കുന്ന രോഗങ്ങൾ, എല്ലാ നാഡീനരമ്പ് ജോയിൻറ്റുകളും വ്യാപരിക്കുന്ന രോഗങ്ങൾ, എല്ലാ അസ്ഥിവാദങ്ങളും, ആമവാദങ്ങളും, ത്വക്ക് സംബന്ധമായ രോഗങ്ങൾ, ഉദര സംബന്ധമായ രോഗങ്ങൾ, കർത്താവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ, ഹല്ലേലൂയ, കർത്താവേ, വെരിക്കോ സംബന്ധമായ രോഗങ്ങൾ, അതിലൊക്കെ ജനത്തിന് വിടുതൽ കൊടുക്കണോ ഞങ്ങൾ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, തലവേദന, ട്യൂമർ, കണ്ണുവേദന, ചെവിവേദന, ടോൺസിൽ, തൈറോയ്ഡ് രോഗങ്ങൾ, ചെവിയുടെയും തലയുടെയും പെടലൊക്കെ ബാലൻസ് തെറ്റിയവർ, മൂക്കിൽ ദശവണ വളരുന്നവർ, മോണ സംബന്ധമായ വിഷയങ്ങളാൽ ഭാരപ്പെടുന്നവർ, ഹല്ലേലൂയ, കർത്താവേ, അവർക്കെല്ലാം സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹാർട്ട് സംബന്ധമായി, ലിവർ സംബന്ധമായി, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, ക്ഷയരോഗം, ക്യാൻസർ രോഗം, കുഷ്ഠരോഗം അടക്കമുള്ള ഹല്ലേലൂയ വിവിധ മാരകമായ രോഗങ്ങൾക്ക് അതീതരായി ഹോസ്പിറ്റലും ഭവനത്തിലും ഹല്ലേലൂയ വളരെ വേദന അനുഭവിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം കർത്താവ് സമാധാനം കൊടുക്കണമേ. ഹൃദയം കലങ്ങി ഇരിക്കുന്നവർക്ക് വിടുതൽ കൊടുക്കണമേ. കർത്താവ് ഇന്ന് പകൽ ഹല്ലേലൂയ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയപ്പെട്ടവരുണ്ട്, ശസ്ത്രക്രിയ നടക്കുന്നവരുണ്ട്. ഹല്ലേലൂയ അതിനായി ഡേറ്റ് തീരുമാനിച്ചവരുണ്ട്. അവരെല്ലാം മനം തകർന്ന് കണ്ണതിലൂടെ ഇരിക്കുമ്പോൾ അതിനൊക്കെ ഒരു മോചനം കൊടുക്കണമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോക മെഡിസിനും ലോക ഡോക്ടർമാരും ഒക്കെ പരാജയപ്പെടുമ്പോൾ ഹല്ലേലൂയ, കർത്താവേ, ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം എല്ലാ രോഗികളുടെ മേലും കൂടുതൽ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ജന്മനാ വൈകല്യമുള്ളവർ, എഴുന്നേൽക്കാൻ കഴിയാത്ത, നടക്കുവാൻ കഴിയാത്ത വലിയ കുരുടന്മാരും ചികടന്മാരും മുടന്തരും തളർവാദ രോഗികളും ഹല്ലേലൂയ ഊമരും ബദിരും സംസാരശേഷി നഷ്ടപ്പെട്ടവരോട് എല്ലാം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പക്ഷപാതക്കാരെയും ഹല്ലേലൂയ ഒക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ അവർക്കെല്ലാം ഒരു വിടുതൽ കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ജനം കടന്നു പോകുന്ന വിധമായ വിഷയങ്ങളാൽ ഹല്ലേലൂയ ഹൃദയം കലങ്ങിയിരിക്കുന്ന അനവധി ആളുകൾ ഹല്ലേലൂയ ഞങ്ങൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ ഒറ്റപ്പെട്ടു പോയി സഹോദരന്മാർ, മക്കളുമായി ശേഷിച്ചവർ, ഹല്ലേലൂയ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ എല്ലാവരും ഹൃദയത്തിൻ്റെ കലക്കത്തോടെ ആയിരിക്കുമ്പോൾ യേശു പറയുന്നല്ലോ, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അരുളി ചെയ്ത ദൈവവചനത്തിന് മുമ്പാകെ സകലജനത്തെ ഏൽപ്പിക്കുന്നപ്പാ അവിടുന്ന് കരുണ കാണിക്കണം, മനസ്സറിയണം, ദയ തോന്നണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കഷ്ടതയുടെ തീച്ചൂളയുടെ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളുടെ കടന്നു പോകുമ്പോൾ, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പടാപ്പാടുപെടുന്ന അനവധി ആളുകൾ കർത്താവേ ഞങ്ങളുടെ ഇടയിലുണ്ട്. അവർക്കെല്ലാം ഒരു സമാധാനം കൊടുക്കണമേ. ആരും തകർന്നു പോകാൻ ഇടയാകരുത്, ആരും ഭാരപ്പെട്ടു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ മഹത്വം എല്ലാ ജനത്തിനും പകരടനായി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവമേ, ജനത്തിൻ്റെ എല്ലാ കഷ്ടതകൾക്കും ആശ്വാസം നൽകി കർത്താവിനെ വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലൂടെ വിഷയത്തെ ഫലമേൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അങ്ങയുടെ മഹത്വമേറിയ കരം കർത്താവ് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, സ്വന്തമായിട്ടൊരു ഭവനമില്ലാത്തവർ, ഹല്ലേലൂയ, സ്വന്തമായൊരു തുണ്ട് ഭൂമിയില്ലാത്തവർ, ഹല്ലേലൂയ,
അവരെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളായി വർഷങ്ങളായി വാടകയ്ക്ക് കഴിയുന്നവരുണ്ട് കർത്താവേ, വാടക കൊടുക്കാൻ മാർഗമില്ലാത്തവർ, ഹല്ലേലൂയ, മക്കളെ പഠിപ്പിക്കാൻ നിർവാഹമില്ലാത്തവർ, അവരെയൊക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജന്മനാ വൈകല്യമുള്ളവർ, ആമേ ഭൂതബാധ പ്രേതപിശാചികളാൽ ആമേ ബന്ധിക്കപ്പെട്ട മാനസിക രോഗികൾ, മെൻ്റൽ ഹോസ്പിറ്റലായിരിക്കുന്നവർ, ഹല്ലേലൂയ, ഡിപ്രഷൻ രോഗത്താൽ ഭാരപ്പെടുന്ന അനവധി ആളുകളെ ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് എല്ലാവർക്കും ആശ്വാസം കൊടുക്കണമേ. ലോകം കൊടുക്കാത്ത സമാധാനവും സന്തോഷവും അപ്പോൾ ജനത്തിന് കൊടുക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. വിവാഹപ്രായത്തിങ്ങളുടെ സൗകര്യമാർക്കെല്ലാം സൗകര്യമാർക്കും തക്കതായി തുണ കൊടുക്കണം. മനുഷ്യനേകനായിരിക്കും നന്നല്ലെന്ന് ആദമിന് തക്ക തുണയെ കൊടുത്ത ദൈവമേ, അബ്രഹാമിനെയും സാറയും കൂട്ടി യോജിപ്പിച്ച ദൈവമേ, ഹല്ലേലൂയ, അവർക്ക് കർത്താവെ തക്കതായി തുണ കൊടുക്കണമേ. ഹല്ലേലൂയ. അതുപോലെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന അനവധി സഹോദരി സഹോദരന്മാർ നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കുടുംബത്തിലെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ച് ഹൃദയം കലങ്ങി പലരും മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹൃദയകലക്കത്തോടെ ഇരിക്കേണ്ട സഹോദരിമാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഏതെല്ലാം പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ കടന്നു വന്നാലും ഹല്ലേലൂയ അവയെല്ലാം തരണം ചെയ്തുകൊണ്ട് കർത്താവെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുന്നേറുവാൻ കർത്താവെ അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരം കൂടിയിരിക്കണമേ. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ജനം കടന്നു പോകുന്ന വിവിധമായ വിഷയങ്ങൾ, ഭാരങ്ങൾ, സങ്കടങ്ങൾ, കണ്ണുനീരുകൾ, ദുഃഖങ്ങൾ കർത്താവ് എൻ്റെ നടുവിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവ് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ ആമി കുടിൽ തൊട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ജനത്തെയും അങ്ങയുടെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഇവിടെ കേരളത്തിനായി 14 ജില്ലകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കായി പ്രാർത്ഥിക്കുന്നു. 14 ജില്ലകളുമായി ഹല്ലേലൂയ. ആമേ കർത്താവേ, 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്തവരും അന്യസംസ്ഥാന തൊഴിലാളികളും ഹല്ലേലൂയ. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. 29 സംസ്ഥാനങ്ങൾ ആമേ 7 കേന്ദ്ര പ്രദേശങ്ങളായി ആമേ കർത്താവേ സ്തോത്രം 145 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 7 ഭൂഖണ്ഡങ്ങളായി 800 കോടിയിലധികം ജനത്തിൻ്റെ വിടുതലിനായി അടിയുന്ന പകൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ മഹത്വമേറിയ കരം അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, മനുഷ്യൻ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധി ആയിരുന്നാലും അതിൻ്റെ നടുവിൽ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ മഹത്വമേറിയ കരം നീട്ടി അവർക്ക് വിടുതലും മോചനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇത്രത്തോളം നടത്തിയ ദൈവമേ, പരിപാലിച്ച ദൈവമേ, ജനത്തിൽ വിടുതൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണമേധാവികൾ, സംസ്ഥാനങ്ങൾ ഭരിക്കുന്നവർ, ഹല്ലേലൂയ. ആമേ രാജ്യങ്ങൾ ഭരിക്കുന്ന ലോകസഭ, രാജ്യസഭ, ആമേ കർത്താവേ, പ്രസിഡന്റ്, പ്രധാനമന്ത്രി, ഹല്ലേലൂയ. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്നവരുടെ ആമേ സൈന്യത്തിനായി ആമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആഭ്യന്തര വകുപ്പ്, ക്രമസമാധാന പാലന രംഗത്ത് പ്രവർത്തിക്കുന്ന പോലീസിനായി വിവിധ സെക്ഷനുകൾക്കായി ആമേ കർത്താവേ ഹല്ലേലൂയ. അധികാരികൾക്ക് വേണ്ടി എല്ലാ അധികാരികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഫയർ സ്റ്റേഷൻ രംഗത്ത് ആമേ കർത്താവേ, അതുപോലെ തന്നെ ഹല്ലേലൂയ ആമേ കർത്താവ് എക്സൈസ് ഫോഴ്സ് വിഭാഗങ്ങൾക്കായി, കോസ്റ്റ് ഗാർഡിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിലും കർത്താവ് ഹൃദയകലകി ഇരിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ജുഡീഷ്യറിക്കായി പ്രാർത്ഥിക്കുന്നു. സുപ്രീം കോടതി തൊട്ട് കർത്താവ് ആമേ സെക്കൻഡ് ക്ലാസ് കോടതി വരെയുള്ള ജഡ്ജിമാർക്കും അഭിഭാഷകന്മാർക്കും അഡ്വക്കേറ്റ് ജനറൽമാർക്കെല്ലാം സമാധാനം കൊടുക്കണമേ. പ്രത്യേകമായി ഞങ്ങളുടെ കർത്താവ് ഹോസ്പിറ്റൽ രംഗത്തായിരിക്കുന്ന ആരോഗ്യമേ ഡോക്ടർമാർ, നഴ്സുമാർ, അതോടനുബന്ധമായി ജോലി ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പല വിഷയങ്ങളാൽ പലരും ഹൃദയം കലങ്ങി വേദനയോടെ കടന്നു പോകുമ്പോൾ ഇന്ന് പകൽ സമാധാനം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും ദൈവ സമാധാനം വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മനുഷ്യൻ സമാധാനമില്ലാത്ത ഹൃദയം കലങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും പാൻമസാലകൾക്കും ലഹരികൾക്കും അടിമപ്പെട്ട് അവരുടെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന അനവധി കാഴ്ചകൾ ഞങ്ങൾ കാണുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ നടുവിൽ മോചനത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, തലമുറയെ നശിപ്പിക്കുന്ന കർത്താവേ, ലഹരി ഭൂമാമികളെ ദൈവം സന്ദർശിക്കണമേ. ആമേ കഞ്ചാവും ചരസും കറുപ്പും ഹാഷിഷും ഹെറോയിനും ബ്രൗൺ ഷുഗറും ഹല്ലേലൂയ ആമേ വിതരം ഗുളികളും കർത്താവേ, വിവിധ ലൈനികളും അതുപോലെ തന്നെ കർത്താവ് NDMA, സിന്തസിസ്, സ്റ്റാമ്പടക്കമുള്ള അനവധി മാരക വിഷങ്ങൾ കർത്താവേ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത തലമുറകൾ കൊടുത്ത കുടുംബങ്ങൾ ആമേ മാലിയ ആമേ നലിയ തകരുമ്പോൾ അതിൻ്റെ നടുവിലും സമാധാനമില്ലാത്ത മാതാപിതാക്കൾ, ഹൃദയകലകത്തോടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, അവരെയൊക്കെ ദൈവം വിടിവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. ലഹരി മാഫികളെ, ഭൂമാഫികളെ, ബ്ലേഡ് മാഫികളെ ആമ എല്ലാ കൊള്ള സംഘത്തെയും, എല്ലാ ദുഷ്ട ആമ സംഘത്തെയും, എല്ലാ കൊട്ട സംഘത്തെയും, തീവ്രവാദികളും ഭീകരവാദികളും
വർഗീയവാദികളും ഒന്നിച്ച് കർത്താവെ സകല ജനത്തെ നശിപ്പിച്ച് കുടുംബങ്ങൾക്കൊക്കെ തരാജകത്വം കൊണ്ടുവന്ന് കണ്ണുനീര് കൊണ്ടുവരുമ്പോൾ ഇന്ന് പകൽ അതിൽ നിന്നൊരു മോചനത്തിനാടിയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ ജനത്തിന് വിടുതൽ കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ വിടിവിക്കപ്പെടട്ടെ. ഈ ബീവറേജ് ഉടമകളും ബാർ ഉടമകളും കള്ള് ഷാപ്പ് ഉടമകളും ലഹരി മാഫികളെയും മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളത്തിലേക്ക് സുരമായി മയക്കുമരുന്ന് ലഹരികൾ കടത്തിക്കൊണ്ടുവരുന്ന എല്ലാ ദൂട്ട ശക്തികളെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാഫിയ സംഘങ്ങളെയും ദൈവം സന്ദർശിക്കണമേ. അവരെല്ലാം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ സമാധാനം ഉണ്ടാകട്ടെ, സ്വസ്ഥതയുണ്ടാകട്ടെ. കണ്ണുനീരിനെ മറികടക്കാത്ത ദൈവമേ, ഇവിടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവിടുത്തെ അത്ഭുതം ചെയ്യണമേ, നീതി വെളിപ്പെടുത്തണമേ. അങ്ങയുടെ മഹത്വമേറിയ കരം വെളിപ്പെടുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. എല്ലാ ഭരണ സംവിധാനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യ രാഷ്ട്രത്തലവന്മാർ, രാജാക്കന്മാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, വിവിധ മേഖലയിലായിരിക്കുന്ന എല്ലാവർക്കും ദൈവ സമാധാനം സ്വസ്ഥതയും കൊടുക്കാനായി യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ജീവിതം തകർന്ന് കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന അനവധി ആളുകൾ, ഹല്ലേലൂയ, അവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനവധി ആളുകളുണ്ട്, സങ്കടം അനുഭവിക്കുന്നവരുണ്ട്. കർത്താവേ, ഹല്ലേലൂയ, അവരെയൊക്കെ ദൈവം ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ജീവിതത്തിൽ ഹല്ലേലൂയ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെട്ട് മരണത്തെ മുഖാമുഖം കണ്ട് കട്ടിലിൽ വിശ്രമിക്കുന്നവർ, കിടക്കിൽ എഴുന്നേൽപ്പം കഴിയാതെ കിടക്കുന്നവരുണ്ട്. അവർക്കെല്ലാം ദൈവം ആശ്വാസവും സമാധാനം കൊടുക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവേ, ഒരു വിടുതലയിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ സകല ജനത്തിൻ്റെയും പ്രശ്നങ്ങൾക്കായി ഹല്ലേലൂയ പുറത്ത് പറയാവുന്നതും പറയാൻ കഴിയാത്തതുമായ അനവധി വിഷയങ്ങൾ, ഹല്ലേലൂയ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, രാത്രി മുഴുവൻ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന, കിടക്കെ കണ്ണുനീരുകൊണ്ട് നിറച്ച, ഹല്ലേലൂയ ഭാരപ്പെടുന്ന അനവധി വിഷയങ്ങൾ സഹോദരന്മാർ വേദനപ്പെടുമ്പോൾ അതിൻ്റെ നടുവിലെ ദൈവമേ ആശ്വാസദായകനായിരിക്കുന്ന കർത്താവിൻ്റെ കരം നീട്ടി എല്ലാ വിഷയങ്ങൾക്കും ഒരു സമാധാനം കൊടുക്കുവാൻ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, നാളിതുവരെ അനുഭവിച്ചിട്ടില്ലാത്തൊരു സമാധാനം ജനത്തിന് കൊടുക്കണമേ, സ്വസ്ഥത കൊടുക്കണമേ, വേദനയിൽ വിടുവിക്കണമേ, സങ്കടങ്ങളിൽ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന പൈസ, ചോര വിയർപ്പാക്കി കിട്ടുന്ന പൈസ, ഹല്ലേലൂയ, സ്വന്തം ഭവനത്തിലെത്താതെ മദ്യപിച്ച് വെളിവില്ലാതെ സുബോധമില്ലാതെ വഴിയിൽ കർത്താവെ നഷ്ടപ്പെടുന്ന അനവധി സഹോദരിമാരുണ്ട്. ഹല്ലേലൂയ, അവരെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെയൊക്കെ സമാധാനം കർത്താവെ സന്തോഷം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എത്രയെത്ര ജീവിതങ്ങളാണ് കർത്താവെ ജീവിതത്തിൽ ഹൃദയകലക്കത്തോടെ കടന്നു പോകുന്നത്. ഏതെല്ലാം ഭാരങ്ങൾ, ഏതെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. മാരകമായ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ എൻ്റെ നടുവിൽ കർത്താവെ ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇലമാലകൾ അഞ്ചടിക്കും പോലെ ജീവിതത്തെ പ്രശ്നം വരുമ്പോൾ, കൊടുങ്കാറ്റ് പോലെയുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഹൃദയം കലങ്ങിയിരിക്കുന്ന എല്ലാ വിഷയത്തിനകത്തും ദൈവമേ അവിടുന്ന് ആശ്വാസം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ സകല ജനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യൻ ഏതെല്ലാം വിഷയത്തിലാണ് കടന്നു പോകുന്നത്, ആ വിഷയങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കൊടുക്കണമേ. മത, സാമൂഹിക, സാംസ്കാരിക, ചരിത്ര, മാധ്യമ, മീഡിയ രംഗത്ത് നിൽക്കുന്നവർ, സയൻറ്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരെയൊക്കെ അവർ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, രാഷ്ട്രീയ നേതാക്കന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. കേരളത്തിലെ ഭാരതീയ രാഷ്ട്രീയ അരാജകത്വങ്ങളെല്ലാം മാറുവാൻ, ഹല്ലേലൂയ സമാധാനം ഉണ്ടാകുവാൻ, സ്വസ്ഥതയുണ്ടാകുവാൻ, ഹല്ലേലൂയ കർത്താവെ ജനം സമാധാനത്തിലേക്ക് മടങ്ങിവരാനായി പ്രാർത്ഥിക്കുന്നു. അനുദിനം കർത്താവെ സ്ഥാനമാന അധികാരങ്ങൾക്ക് രക്തം ചൊരിച്ച് നടത്തുമ്പോൾ അതിന് തന്നെ വേദനിക്കപ്പെട്ട ഹൃദയം കലങ്ങിയിരിക്കുന്ന അനവധി മാതാപിതാക്കളുണ്ട്. കർത്താവെ, അവരെയൊക്കെ ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഉറ്റവരുടെ ഒരു ബന്ധുക്കളെല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിൽ മുമ്പോട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്നോർത്ത് ഭാരപ്പെടുന്ന ഹൃദയകലകത്തോടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവർക്ക് ആശ്വാസം കൊടുക്കണമേ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് പകൽ കർത്താവെ കഷ്ടത അനുഭവിക്കുന്ന ആരെങ്കിലും കർത്താവെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നെങ്കിൽ അവരുടെ വിഷയങ്ങൾ എത്ര ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ആ പ്രശ്നങ്ങൾക്ക് എൻ്റെ കർത്താവ് ഒരു മറുപടി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവമേ മറുപടി അയക്കണം. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെ അല്ല. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് അള്ളിച്ചേ നല്ല ദൈവമേ. ഇന്ന് പകൽ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടുത്തണമേ, കണ്ണുനീരിനെ മാനിക്കണമേ. ഇന്ന് പകലടിയും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയായി സ്വർഗം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അനവധി ആളുകൾ വിവിധമായി കഷ്ടത്തിൽ പുറത്തു പറയാൻ കഴിയാതെ, പരസ്യമായി പ്രാർത്ഥിക്കാൻ കഴിയാത്ത അനവധി വിഷയങ്ങളുണ്ട്. അവയെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമേ, ഇന്ന് പകൽ ആ വിഷയത്തിന്മേലെല്ലാം ദൈവം അത്ഭുതം ചെയ്യണം. സകലത്തിന്മേലും നീതി വെളിപ്പെടുത്തിയാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.